ശ്രീ വി പി സജീന്ദ്രൻ, നിങ്ങൾ ഇന്ന് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടു. ക്രൈംബ്രാഞ്ച് അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്ന് തീരുമാനിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതാ അനിമോന്റെ വിശദീകരണക്കുറിപ്പ് വരുന്നു. സർക്കാരിനെയും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമായി പോയി താൻ നടത്തിയത്. താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്താണോ നേരത്തെ സംഘടനാ പ്രസിഡന്റ് പറഞ്ഞത് അതേ വാദങ്ങൾ മറ്റൊരു രൂപത്തിൽ ഇപ്പോൾ അനിമോൻ പറയുന്നു. നിങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ ഈ പ്രതികരണത്തെ? അങ്ങനെ ഒരു വിശദീകരണം ഈ കേരളത്തിൽ സാമാന്യ ബുദ്ധിയുള്ള ആരും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം കൃത്യമായ സന്ദേശം വിട്ടതിൽ പറയുന്നുണ്ടല്ലോ. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്കായി ഇളവുകൾ നൽകുമ്പോൾ കൊടുക്കേണ്ടത് കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇളവുകൾ എന്നുള്ളതാണല്ലോ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. ഈ സർക്കാർ, പ്രത്യേകിച്ച് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മദ്യ ലോബിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾ ഒരു കാലഘട്ടത്തിലും ഒരു സർക്കാരും ചെയ്തിട്ടുള്ളതല്ല. അതാദ്യം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒന്നാം പിണറായി സർക്കാർ വന്നത് തന്നെ ഈ മദ്യനയം, അതായത് മദ്യവിപത്തിനെതിരെ പരസ്യം പോലും കൊടുത്തുകൊണ്ടാണ്. ആ ഇന്നസെൻറ്റിൻ്റെയും KPS ലളിതയും രണ്ടുപേരും മരണപ്പെട്ടു പോയി. അവരുടെ പരസ്യം എന്ന് പറയുന്നത് തന്നെ ഇടതുപക്ഷ മുന്നണി മദ്യവിപത്തിനെ ചെറുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്, നുണ പറയുന്നവരെ തിരിച്ചറിയുക, LDF വരും, എല്ലാം ശരിയാകുമെന്നാണ്. സർക്കാർ വന്നുവിടം ചെയ്തത് എന്താണെന്നറിയാമോ? ആദ്യം ചെയ്തത് ശ്രീ VS അച്യുതാനന്ദൻ അദ്ദേഹത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ പദവി കൊടുത്ത് അദ്ദേഹത്തിന് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കി. രണ്ടാമത് ചെയ്ത നിയമം എന്താണെന്ന് ചോദിച്ചാൽ 1994 പഞ്ചായത്ത് രാജ് ആക്ടിലെ 232 ക്ലോസ് 2 ക്ലോസ് 3 എടുത്തു കളയുന്ന നിയമമാണ് പിന്നീട് പാസ്സാക്കിയത്. വളരെ അത്യാവശ്യമുള്ള നിയമമായിരുന്നല്ലോ. 2017 ഈ നിയമം പാസ്സാക്കിയത്. എന്തിനാണ്? പഞ്ചായത്തിന് ഏതെങ്കിലും ഗ്രാമപ്രദേശത്ത് ഒരു ബാർ അനുവദിക്കുകയാണെങ്കിൽ പഞ്ചായത്തിൽ ലൈസൻസ് കൊടുക്കാനുള്ള അധികാരം. ബാർ ഉടമകൾക്ക് അനുകൂലമായ ഇടത് തീരുമാനങ്ങൾ താങ്കൾക്ക് വിശദീകരിക്കാം. പക്ഷേ ഇപ്പോൾ ബാർ കോഴ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണമാണല്ലോ. ഇത് രണ്ടാം ബാർ കോഴ എന്ന നിലയ്ക്കാണ് പ്രതിപക്ഷം അതിനെ കാണുന്നത്. ആദ്യ ബാർ കോഴയിൽ നിങ്ങളാണ് പ്രതിരോധത്തിലായെങ്കിൽ അതേ രീതിയിൽ ഇടത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ നിങ്ങളിപ്പോൾ ശ്രമിക്കുന്നു. പക്ഷേ ആ ആരോപണം പൊളിയുകയല്ലേ? ഇപ്പോൾ ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് പിരിക്കൽ അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു പരാതി നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഇന്നത്തെ പത്രത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരാതിയുണ്ട്. ഈ കെട്ടിട നിർമ്മാണത്തിനായി ഫണ്ട് പിരിക്കുന്നത് പ്രസിഡന്റിന്റെ താല്പര്യമാണ്. പ്രസിഡന്റിന്റെ സ്ഥലം തിരുവനന്തപുരമായതുകൊണ്ട് അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കാൻ ആലോചന. അതിനായി 1 ലക്ഷം വീതം പിരിക്കുന്നുണ്ട്. അത് കൊടുത്തവരുണ്ട്, കൊടുക്കാത്തവരുണ്ട്. അത് കൊടുക്കാത്തവരുടെ മേലുള്ള സമ്മർദ്ദം അന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിലുണ്ടായി. അതിന്മേലുള്ള ചർച്ചയാണ്, അതിന്മേലുള്ള പ്രതികരണമാണ്. അപ്പോൾ ഇടുക്കിയിൽ നിന്നും കൊല്ലത്തു നിന്നുമാണ് പണം കിട്ടാതിരുന്നത്, പിരിക്കൽ കൃത്യമായി നടക്കാതിരുന്നത്. അതിൽ വിമർശനം ഏൽക്കേണ്ടി വന്നതുകൊണ്ട് ഇടുക്കിയിലെ ഗ്രൂപ്പിൽ ആവശ്യപ്പെടുന്നു, പണം വേഗം അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതിന്മേൽ പറഞ്ഞ കാര്യങ്ങളാണ് തെറ്റിദ്ധരിക്കപ്പെട്ടത് എന്നാണ് ഇപ്പോൾ അനിമോന്റെ നീണ്ട കുറിപ്പിൽ പറയുന്നത്. അപ്പോൾ ബാർ കോഴ എന്ന ആരോപണം അവിടെ പൊളിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഒന്നാം ബാർ കോഴ ആരോപണവും അതുപോലെയല്ലല്ലോ ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണം. ഒരു മന്ത്രിയെ നേരിട്ട് കുറ്റപ്പെടുത്തുകയോ മന്ത്രിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയോ ചെയ്യുന്നില്ല. ഇവിടെ പണം പിരിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നതും ആരോപണം ഉയർന്നതൊക്കെ ഈ സംഘടനയ്ക്കകത്തു നിന്ന് മാത്രമാണ്. സാധാരണ രീതിയിൽ LDFൻ്റെ ഗവൺമെൻറ് ഏതെങ്കിലും ഈ ബാർ മുതലാളിമാർക്ക് അല്ലെങ്കിൽ ഈ സംഘടനയ്ക്ക് അനുകൂലമായ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നും കൃത്യമായ പിരിവ് നടത്തിയതിന് ശേഷമാണ് ഇവർക്ക് സഹായം ചെയ്യുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ 1-ാം തീയതിയാണ് മദ്യനയം സാധാരണ രീതിയിൽ പ്രഖ്യാപിക്കാറുള്ളത്. ഈ വർഷം ചെയ്തത് എന്താ? ഈ വർഷം അവർക്ക് മദ്യനയം പ്രഖ്യാപിക്കാൻ പറ്റാതെ വന്നു. കാരണം കോഡ് ഓഫ് കോണ്ടാക്ട്സ് നിലവിൽ വന്നു, തെരഞ്ഞെടുപ്പായതുകൊണ്ട് അത് നടത്താൻ പറ്റിയില്ല. ഇത് പ്രഖ്യാപിക്കാൻ വേണ്ടി മാർച്ച് മാസത്തിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഫിനാൻസ് സെക്രട്ടറിയും അതുപോലെ തന്നെ ടാക്സ് സെക്രട്ടറി, എക്സൈസ് സെക്രട്ടറി ഇവരുടെ എല്ലാം യോഗം ഫിനാൻസ് സെക്രട്ടറി വിളിച്ചുകൂട്ടി മാർച്ച് മാസത്തിൽ ആ യോഗത്തിൽ ടൂറിസം സെക്രട്ടറിയും പങ്കെടുത്തു. ടൂറിസത്തിൻ്റെ നിർദ്ദേശം എന്നുള്ള നിലയിൽ ഇവർ തന്നെ ബാർ ഉടമകൾക്ക് നേരത്തെ നിർദ്ദേശം കൊടുത്തിരുന്നു, അല്ല ഞങ്ങളിങ്ങനെ ചെയ്തു തരാം. കാരണം അവർ പറയുന്നത് ടൂറിസം കേരളത്തിൽ ഇപ്പോൾ വേണ്ടത്ര രീതിയിൽ നടക്കുന്നില്ല. ഇത് വന്നതിന് ശേഷമൊക്കെ ടൂറിസം കൃത്യമായി നടക്കുന്നുണ്ടല്ലോ. കോവിഡ് കാലഘട്ടത്തിൽ കുറച്ച് കുറവ് വന്നെന്നുള്ളതല്ലാതെ ബാക്കിയുള്ള എല്ലാ കാലഘട്ടത്തിലും ടൂറിസത്തിനൊരു കുറവ് വന്നിട്ടില്ല. ടൂറിസം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി ഈ യോഗം വിളിച്ചത്. ടൂറിസം മന്ത്രി വിളിക്കണമെങ്കിൽ മുഖ്യമന്ത്രി അറിയണം. ഇത് ഈ ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി രാജേഷ് മാത്രമല്ല ഇതിൻ്റെ കുറ്റക്കാരൻ. ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ പ്രതി ടൂറിസം വകുപ്പ് മന്ത്രിയാണ്. ഇവർ തീരുമാനമെടുത്തു കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് ട്രൈഡേ ഇളവ് ചെയ്തു തരാം, അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയപരിധികൾ കൂട്ടിത്തരാം. നേരത്തെ ഒന്നാം പിണറായി സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ഈ ദൂരപരിധി കുറച്ചു. 50 മീറ്ററായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന്, ആരാധനാലയങ്ങളിൽ നിന്നും 200 മീറ്ററായിരുന്ന 50 മീറ്ററാക്കി ചുരുക്കി. അതുപോലെ തന്നെ ഇവരുടെ പഞ്ചായത്ത് ലൈസൻസ് ക്യാൻസലാക്കി. ഇതേപോലെ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾ ഇന്നത് തരണം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഘടനാ നേതാക്കളെ വിവരം ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും ബാർ മുതലാളിമാരിൽ നിന്നും പണം ശേഖരിക്കാൻ തയ്യാറായത്. അത് അബദ്ധത്തിൽ ഇടുക്കിയിലെ ഈ പറയുന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബദ്ധത്തിലെന്തോ ഈ ഗ്രൂപ്പിലിട്ടു. ഇവരെ എല്ലാ സംഘടനയിലും ഗ്രൂപ്പിൽ തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുമല്ലോ. ഈ പറയുന്ന ഈ ബാർ നടത്തുന്ന ഏതെങ്കിലും ഒരുത്തൻ ബുദ്ധിയില്ലാത്തവനാണോ? ബാർ നടത്തുന്നവൻ കേരളത്തിലെ അതിബുദ്ധിമാന്മാരാണ്, പണം വാരിയെടുക്കുന്നവന്മാരാണ്, കോരിയെടുക്കുന്നവന്മാരാണ്. ഇവരൊക്കെ രാഷ്ട്രീയക്കാരെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഭരണകക്ഷിക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അറിയാവുന്ന ബുദ്ധിമാന്മാരായ ബിസിനസ്സുകാരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ബിസിനസ്സുകാരാണ് ഈ ബാർ മുതലാളിമാർ. അവർ അബദ്ധത്തിൽ പറഞ്ഞതാണ്, അല്ലെങ്കിൽ കെട്ടിടത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പണം പിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇതിൽ ഒന്നാം പ്രതി ടൂറിസം മന്ത്രിയും രണ്ടാം പ്രതിയാണ് എം പി രാജേഷ് ഈ യോഗം വിളിക്കുന്ന അദ്ദേഹത്തിനും അറിയാം. അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ച് യോഗം കൂടി ഈ ട്രൈഡേ മാറ്റാനും അതോടൊപ്പം തന്നെ സമയപരിധി കൂട്ടി ഈ ബാർ ബിസിനസ്സുകാർക്ക് കോടികളുടെ ലാഭം ഓരോ വർഷം ഉണ്ടാക്കി കൊടുക്കുവാനും ഞങ്ങളിതാ തയ്യാറായി നിൽക്കുകയാണ്, നിങ്ങൾ പണം പിരിച്ചുകൊണ്ട് റെഡിയായി കൊണ്ടുവരിക എന്നുള്ള നിർദ്ദേശം കൊടുത്തു. അതിപ്പം പൊളിഞ്ഞു പോയപ്പോൾ ഈ അനിമോനും അവിടെ ബിസിനസ് ചെയ്ത് ജീവിക്കണ്ടേ? അദ്ദേഹത്തിന് ജീവന് ഭയമില്ലേ? അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം ഇത് പുറത്തു പോയപ്പോൾ അദ്ദേഹം സത്യത്തിൽ പെട്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഭരണകക്ഷിയുടെ മുഴുവൻ നേതാക്കളുടെയും പാർട്ടിയുടെയും ഒക്കെ ഭീഷണി കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഒരു കുറിപ്പെഴുതിക്കൊണ്ട് ഇപ്പം പുറത്തു വന്നിരിക്കുക. അല്ലാതെ ഇതിൻ്റെ വസ്തുതയിൽ ഒരു കുറവുമില്ല. അതുകൊണ്ട് തീരുമാനം ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.